ഇംഗ്ലീഷ് പാട്ടാണ്. പക്ഷേ നല്ല പഴക്കമുള്ളത് കൊണ്ട് എല്ലാവരും ഫെമിലിയർ ആയിരിക്കും. രണ്ടുപേരും പാടുള്ളൂ കേട്ടോ, ഞാൻ ഡിമാൻഡ് കൂടുതലാണ്. Every night in my dreams I see you, I feel you. That is how I know you. Go on far across the reasons and spaces between us. You have come to show you. Go on near, far, wherever you are. I believe that the heart must go on. We'll stay forever this way. You are something my heart and my heart will go on and on. അതിനൊന്നിനടിയന്റെ മധുകൊണ്ടതേ ഈ നരകത്തിൽ നിന്നൊന്നു കരകേക്ക് ശംഭോ ശംഭോ ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുങ്കജലാധര ചന്ദ്രജലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമിന്ദിക്കുന്നത് സാംബശിവനേ. തുങ്കജലാധര ചന്ദ്രജലാധര ശങ്കര നീലക്കണ്ണീനിക്കും കാലം തിരിയണ കാലം അടങ്ങി സിംഗുലപ്പെട്ട്. ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങളൊരു ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതായത് വേറൊന്നുമല്ല, ഈ വർഷത്തെ കമ്പനി ഫണ്ടിൽ നിന്ന് നമുക്ക് ഓരോ വർഷവും ഓരോ പ്രോജക്റ്റിനും ഒരു ഫണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ഫണ്ടിൽ നിന്ന് നമ്മൾ പോയത് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വൺ ഡേ ട്രിപ്പ് പോകാറുണ്ട്, അതുപോലെ പുറത്തുനിന്ന് ഔട്ടിങ് ഫുഡ് കഴിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ തവണ നമ്മൾ ഒരു ലോങ്, അതായത് 2 ഡേയ്സും 1 നൈറ്റും അങ്ങനെ നമ്മളൊരു നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. മൂന്നാറിൽ എലിക്സർ ഹിൽസിലേക്കായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ നമ്മളൊരു 3-4 ബസ്സൊക്കെ ആയിട്ട് 10-200 ടീം മെമ്പേഴ്സൊക്കെ ആയിട്ട് പോയതായിരുന്നു. രാവിലെ ഒരു 9 മണി 9:30 ആയപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പോണ വഴിക്ക് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. നല്ല അടിപൊളി പ്ലേസിലായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത്. പാംയാർഡ് എന്നും പറഞ്ഞ് മൂന്നാറിലേക്ക് പോണ റൂട്ടിലായിരുന്നു കേട്ടോ. അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ അതിൻ്റെ ആംബിയൻസും ഫുഡും എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ഒത്തിരി കാണാനുള്ള കാഴ്ചകളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാനിടയ്ക്ക് ഞാനൊരു മെയിനായിട്ടുള്ള കാര്യം വിട്ടുപോയി കേട്ടോ. ഇങ്ങനെ ഒരു ട്രിപ്പ് അനുവദിച്ച് തന്ന കമ്പനിക്കും, അതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് സക്സസ് ആക്കി തന്ന ടീം മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ അടിച്ച് പൊളിച്ചു. അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണണം. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്.
എൻ്റെ അമ്മോ പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി പ്ലേസ്. ഇത്രയും നല്ല അയ്യോ എന്തൊരു ആംബിയൻസ് ആണ്, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നല്ല സൂപ്പർ ഇൻഫിനിറ്റി പൂളും അതുപോലെ തന്നെ റൂംസ് ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ട്. നമുക്കൊരു വാം വെൽക്കം തന്നെ അവർ തന്നിരുന്നു. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ചന്ദനക്കുറിയൊക്കെ തൊടിയിച്ച് അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ വെൽക്കം ചെയ്തത്. പിന്നെ ഒരു റൂമിൽ 4 പേർ അല്ലെങ്കിൽ 5 പേർ അങ്ങനെയായിരുന്നു കേട്ടോ നമ്മൾ റൂം അറേഞ്ച് ചെയ്തത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഫ്രഷപ്പായി വന്ന് പിന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബൊഫെ പോലെ തന്നെ ഇഷ്ടംമാതിരി ഐറ്റംസ് സ്നാക്സ് തന്നെ പല വെറൈറ്റി ഉണ്ടായിരുന്നു. ചായ കാപ്പി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്. എനിക്ക് തോന്നുന്നത് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടെന്നുണ്ട്. എത്ര ഏക്കറാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ താഴത്തോട്ടൊക്കെ നടന്നു പോകുന്നുണ്ട്. മൊത്തം നല്ലൊരു പ്രകൃതിരമണീയമായ സ്ഥലം. നമ്മൾ നല്ല വ്യൂ പോയിൻ്റ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി പോകുമ്പോൾ താഴെ ഒരു ഗുഹയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അത് കാണാനായിട്ടാണ് എല്ലാവരും വിട്ടടിച്ച് പോകുന്നത്. നമുക്ക് പോയി നോക്കാം. ഗുണ കേവ് പോലത്തെ കേവൊക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് നമ്മളെല്ലാവരും പോണത് കേട്ടോ. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് കാണാനായിട്ട്. എന്ത് ഭംഗിയാന്ന് നോക്ക്. നല്ല ഇഷ്ടംമാതിരി വ്യൂ പോയിൻ്റ് ഇവിടെ ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ മൂന്നാർ വരുന്നവരെല്ലാം ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ എലിക്സർ ഹിൽസ്. നല്ല അടിപൊളി പ്ലേസും അതുപോലെ തന്നെ ആംബിയൻസും അവരുടെ സർവീസും എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, എല്ലാം ഒന്നിനൊന്നും മികച്ചതായിരുന്നു കേട്ടോ. ബസ്സാണോ കളിച്ചത് അല്ലേ? എല്ലാ ബസ്സും കളിച്ചോ? 4 ബസ് കളിച്ചോ? ഉണ്ടോ? എന്നിട്ട് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും? അപ്പോൾ നമ്മളിവിടെ എലിക്സറിൽ വന്നു കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി കഴിഞ്ഞ് സ്നാക്സൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഒന്ന് ഗ്യാദർ ചെയ്തിരുന്നു കേട്ടോ. ജസ്റ്റ് കുറച്ച് 2-3 ഗെയിംസും ടീം ഫണ്ണും എല്ലാമായിട്ട്. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ. അപ്പോൾ നമ്മളൊരു 2-3 ഗെയിമൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു, കുറച്ച് ടീം മെമ്പേഴ്സ് ചേർന്ന്. അതുപോലെ തന്നെ 2-3 ഡാൻസ് പാട്ട് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും റൂമിലൊക്കെ പോയി ഫ്രഷായി വന്ന് പിന്നെ ലാസ്റ്റ് DJ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വഴിയേ കാണാം കേട്ടോ.
റൂം 4 പേർക്ക് വിശാലമായിട്ട് കിടന്ന് ആസ്വദിച്ചിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ വ്യൂ പോയിൻ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ റൂം ടൂറും കൂടി ഇതിനിടയ്ക്കൊന്ന് സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അവസരം കിട്ടിയാൽ എന്തായാലും ഇവിടെ ഒന്ന് വരികയും ചെയ്യണം കേട്ടോ. അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. യാദൃച്ഛികമായിട്ടെന്ന് പറയാൻ പറ്റില്ല, അതിസാഹസികമായിട്ട് ഒരു റീല് തട്ടിക്കൂട്ടിയിരുന്നു. അതിൻ്റെ റീല് ഞങ്ങൾ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രോളിൻ്റെ വീഡിയോ കണ്ട് ചിരിച്ചിരിച്ച് മടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ പാട്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചക്കം ചിഞ്ചക ചക്കം മണിത്തുമ്പ പൂവിൻ തേനും തായോ ചിഞ്ചക ചക്കം ചക്കം ചിച്ചക ചക്കം അണിക്കത്തരത്തിലേറാം തള്ളേ മണിക്കിലേറാം പോയിക്കോ ഇത് അത്യാവശ്യം നല്ലൊരു ഹിൽ ഏരിയ ആണ്. നമ്മൾ വന്നപ്പോഴും നമ്മളെ ബസ്സിന് വന്നിട്ട് മുകളിൽ, അതായത് ടോപ്പിൽ ഇറക്കി വിടുക ചെയ്തിട്ടോ. നമ്മൾ എന്നിട്ട് താഴത്തോട്ട് നടന്നാണ് പോയത്. ഇതൊരു മലയുടെ താഴെയാണ് കേട്ടോ ഈ ഒരു നമ്മുടെ റിസോർട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് തിരിച്ചു കയറാനായിട്ടും ഈ ബസ്സുകളൊന്നും താഴത്തോട്ട് വരില്ലാത്തതുകൊണ്ട്, താഴത്തോട്ട് വന്നാലും നമ്മളെ ആളും ലഗേജൊക്കെ ആയിട്ട് കയറത്തില്ല. അപ്പോൾ നമ്മളെ അവർ ജീപ്പിന് മുകളിൽ, മലയുടെ മുകളിൽ കൊണ്ടുവാക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ടായിരുന്നു നമ്മുടെ ഹില്ലിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ബസ്സിൽ കയറിയത്. ഒരു അതിസാഹസികമായ യാത്രയായിരുന്നു അത്.
ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞു, ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. இந்த ஆட்டம் போதுமா குழந்தை? പിന്നെ ഒരു പ്രത്യേക കാര്യം, നാളെ ഇൻസ്റ്റ ആർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ജൂനിയേഴ്സിന്റെ Every time I want to see my girl.